റിയാലിറ്റി ബൈ ഷാരികയുടെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്രയും കാലം ഞാൻ ഇൻ്റർവ്യൂ പാറ്റേൺസ് മാത്രമാണ് റിയാലിറ്റി ബൈ ഷാരികയിൽ പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ റീച്ച് ആവണം, ജനങ്ങളിലേക്ക് എത്തണം, ഒരു ആവറേജ് വ്യൂസ് വേണം. എന്നാൽ മാത്രമേ ഞാൻ എന്ത് പറഞ്ഞാലും അത് നല്ലതോ ചീത്തയോ വിവരക്കേടോ വിടലത്തരോ എന്തോ ആയിക്കോട്ടെ അത് ആൾക്കാർ കേൾക്കത്തുള്ളൂ കാണത്തുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. അതിൻ്റെ സമയമായെന്ന് എനിക്ക് തോന്നി. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന, എൻ്റെ വൈബിലുള്ള അല്ലെങ്കിൽ എനിക്ക് നന്നായി ശക്തമായി പ്രതികരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് പൊളിറ്റിക്സ് ആയാലും സെലിബ്രിറ്റികളുടെ വിഷയങ്ങളായാലും സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളായാലും ഉണ്ടായി. പക്ഷേ അതിലൊന്നും എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ചാനൽ അപ്പോൾ ആ ഇൻ്റർവ്യൂ പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇൻ്റർവ്യൂ പാറ്റേണിനും അപ്പുറം ദ റിയാലിറ്റി ടോക്സ്, അതായത് റിയാലിറ്റിയിൽ റിയൽ ടോക്സ് ഉണ്ടാകും ബൈ മീ, ബൈ ഷാരിക. തീർച്ചയായിട്ടും പ്രതികരണങ്ങളുണ്ടാവും, തെറിവിളികളുണ്ടാവാം, തെറിവിളികൾ കേൾക്കാം, കമൻറ്റുകൾ സ്വാഗതം ചെയ്യുന്നു. മോശം കമൻറ്റ്, തീർച്ചയായിട്ടും മോശമായ പ്രതികരണം എൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ ഞാൻ എന്ത് വിഷയം എടുക്കുമെന്ന് പ്രത്യേകിച്ച് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട്, കുറച്ച് നാളുകളായിട്ട് എൻ്റെ തലയിലും എൻ്റെ ചെവിയിലും ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന ഒരു സാധനമാണ് രേണു സുധിയെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന സോഷ്യൽ മീഡിയ. അതിപ്പോൾ കാലങ്ങളായിട്ട്, അതായത് ഒരു 1.5-2 വർഷമായിട്ട് അവർ വേട്ടയാടപ്പെടുന്നുണ്ട്, അതിലൊരു സംശയവുമില്ല. പക്ഷേ അതിനപ്പുറം അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടി വരുന്നു. അവരുടെ കുഞ്ഞിൻ്റെ പിതൃത്വം, അവരുടെ മൂത്ത മകനുമായിട്ടുള്ള വിഷയങ്ങൾ പെരുപ്പിച്ചു കാണുക, അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുക, അങ്ങനെ അവരുടെ ഫാമിലിയെ പോലും തച്ചുടയ്ക്കാൻ തരത്തിലുള്ള ആരോപണങ്ങളാണ് കൂടുതലും. പ്രത്യാരോപണങ്ങൾ രേണു എന്തെങ്കിലും നീ നിന്റെ കാര്യം നോക്കണം പോടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ കുട്ടി പറയാറുള്ളൂ. പക്ഷേ ഇപ്പോൾ രേഷ്മ പി തങ്കച്ചിൻ്റെ ലൈഫ് നശിപ്പിച്ചേ അടങ്ങുമെന്നും പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ചധികം ആൾക്കാർ. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ആളുടെ ഒരു ഇൻ്റർവ്യൂ ഒരു വ്ളോഗ് അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ ഞാൻ ഇന്ന് കാണാനിടയായി. അപ്പോൾ ഇന്ന് ഉറപ്പായിട്ടും രേണു സുധിക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷയം റിയാക്ട് ചെയ്യേണ്ട ദിവസം അല്ലെങ്കിൽ ആ ഡേ ഇന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് വളരെ അർജൻറ്റായിട്ട് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇന്ന് തന്നെ രേണു സുധിയുടെ ആ ഒരു വിഷയം എടുത്ത് സംസാരിക്കാമെന്ന് വെച്ചത്. വേറൊന്നുമല്ല, തെറിത്താത്ത എന്ന ഓമന പേരിട്ട് ഇന്നിപ്പോൾ നാട്ടുകാരും സെലിബ്രിറ്റികളും എന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പ്രതികരിക്കാത്ത ഒരുപാട് വ്ളോഗേഴ്സും ഒരുപാട് സെലിബ്രിറ്റികളും ഒക്കെ ഇവരെ തെറിത്താത്ത എന്ന് വിളിക്കുന്നത്. അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു 7 മണിക്കൂറും അവരിട്ടൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞാൻ വിഷയം ഇതാ അവസാനിപ്പിക്കുന്നു. ഫൈനൽ വീഡിയോ ഓഫ് രേണു സുധിയെക്കുറിച്ച് അവർ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന അവസാനത്തെ വീഡിയോ ആണ് എന്നാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, ഓ പാവം രേണു, നീ രക്ഷപ്പെട്ടല്ലോ. ഇനി നിന്റെ ജീവിതം ഇങ്ങനെ പിച്ചി ചീന്താൻ വരാൻ, പുറകെ വന്ന് കടിച്ചു കീറാൻ, അതായത് പേപ്പട്ടിയേക്കാളും മാരകമായ മനസ്സുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ചാനലും ഉണ്ടാക്കി ഒരു ക്യാമറയും തുറത്തു വെച്ചുകൊണ്ട് എന്തും പറയാൻ, കൾച്ചർ ഇല്ലാത്ത എന്തും പറയാൻ തരം താണൊരു വ്യക്തി ഇനി ഇല്ല, ഇനി തൻ്റെ പുറകെ വരില്ല. അതൊരു സന്തോഷ വാർത്തയല്ലേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ദിവസം തന്നെയാണ് ഞാൻ രേണു സുധിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിഡോയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു പവർഫുൾ ലേഡിക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. വേറൊന്നുമല്ല, ഞാൻ ആരെയും ഇവിടെ പേരെടുത്ത് ഒറ്റ ഞാൻ ഈ തെറുത്താത്താന്ന് പോലും ഞാൻ പറയാനുള്ള റീസൺ, എനിക്ക് അവരുടെ പേര് പറയാൻ താല്പര്യമില്ല. അതുകൂടാതെ കുറേയധികം വ്ളോഗേഴ്സ് ഉണ്ട്, അവരെന്നെയും ഒരു കാലത്ത് ചീത്ത വിളിച്ചിരുന്നവരാണ്. ഞാനിപ്പോൾ ആ പരിപാടികൾക്കൊന്നും പോകാത്തതുകൊണ്ടാണ് ചീത്തവിളി ഇപ്പോൾ തുടങ്ങും. ചീത്തവിളി ഇപ്പോൾ തുടങ്ങും. ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചീത്തവിളി തുടങ്ങും. അത് വാട്ടവർ എന്തായാലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് തെറുത്താത്ത ഇപ്പോൾ പിൻവാങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷേ എനിക്കറിയാം, ഷാരിക കേബിക്ക് അറിയാം. ഷാരിക കേബിയുടെ ചുറ്റിനുമുള്ള ഇവർക്കെതിരെ ഒരുപാട് ആൾക്കാർ പരാതികൾ ഇന്ന് സമാഹരിക്കുന്നുണ്ട്. ഒരു കൂട്ടപ്പരാതി, ഒരു പക്ഷേ കേരളത്തിലെ പകുതിയിലധികം സെലിബ്രിറ്റികളും, സാധാരണ സെലിബ്രിറ്റികൾ, അങ്ങനെ ടോപ്പിൽ ഇരിക്കുന്ന സെലിബ്രിറ്റികളല്ല, നോർമൽ സെലിബ്രിറ്റികളുണ്ടല്ലോ, സിനിമകളിലും സീരിയലുകളിലും ബിഗ് ബോസിലും ഒക്കെ പങ്കെടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതോടൊപ്പം ബിഗ് ബോസ് താരങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാർ ഇവർക്കെതിരെ ഒരു പരാതി സ്വരൂപിച്ചിട്ടുണ്ട്. അത് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. പലയിടത്തും എത്തിക്കഴിഞ്ഞു, പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും എത്തേണ്ടിടത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇനി ഷഫീന ബീബിക്കിന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ചിലപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടേയും വെള്ളവും തിന്നിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പേടിച്ചിട്ട് അവരുടെ സൗണ്ടിലും അവരുടെ ഭാവത്തിലൊക്കെ പതിവില്ലാത്തൊരു വിനയം എനിക്ക് കാണാൻ സാധിച്ചു. അത് അവരുടെ അടവാണെന്നാണ് എനിക്ക് തോന്നിയത്. വേറൊന്നുമല്ല, ഇത്രയും മനോഹരമായിട്ട് അവർക്ക് മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വാ തുറന്നാൽ ആയും തായും മായും മാത്രം പറയുന്ന ഒരു വ്യക്തിത്വം ഇല്ലാത്ത, വൃത്തിഹീനയായ, സ്വഭാവം കൊണ്ട് വൃത്തിഹീനയായ ഒരു യുവതി, അതാണ് അവർ. ഞാൻ എൻ്റെ ഏറ്റവും നല്ല മലയാളത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്കും അവരെ പോലെ മലയാളം മറ്റേ പദങ്ങൾ അറിയാഞ്ഞിട്ടില്ല, പക്ഷെ അതെൻ്റെ സംസ്കാരമല്ല.
ഇനിയിപ്പോൾ അവർ എനിക്കെതിരെ ആയിരിക്കും അടുത്ത് ചെയ്യാൻ പോകുന്നത്. എന്തും ആയിക്കോട്ടെ, വീട്ടിലിരിക്കുന്നവരെ പറയുക. ഇപ്പം രേണുസുധിയുടെ പിതൃത്വം തെളിയിക്കേണ്ടി ഇപ്പം ഈ പറയപ്പെടുന്ന തെറുത്താത്ത ഇത് തുടർന്നിരുന്നെങ്കിൽ രേണുസുധിക്ക് അവരുടെ പിതൃത്വം തെളിയിക്കേണ്ടി വന്നേനെ. രേണുസുധിയുടെ സുധിയുടെ കൊച്ചിൻ്റെ പിതൃത്വം, കിച്ചുവിൻ്റെ പിതൃത്വം, രേണുസുധിയുടെ അച്ഛൻ്റെ അമ്മയുടെയും പിതൃത്വം, രേണുസുധിയുടെ ചേച്ചിയുടെ പിതൃത്വം, രേണുസു ചേച്ചിയുടെ ഭർത്താവിൻ്റെ പിതൃത്വം തെളിയിക്കേണ്ടി വന്നേനെ. പക്ഷെ എന്തായാലും അമ്മച്ചി ഇച്ചിരി പേടിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ തെറുത്താത്തയ്ക്ക്. തെറുത്താത്ത അങ്ങ് ഇട്ടിട്ട് പോവുകയെന്ന്. പക്ഷെ നിങ്ങൾ അങ്ങനെ പോകുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല താത്തമ്മച്ചി, ഞാൻ കരുതിയില്ല. വല്ലാത്ത ഷോക്കിംഗ് വീഡിയോ ഇന്നത്തെ ഷോക്കിംഗ് വീഡിയോയിലേറ്റില്ല. കാരണം ഞാനിപ്പോൾ രേണുസുധിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലുള്ള വ്ളോഗേഴ്സ് കിടന്ന് ഈ എന്താ പറയുക തറ വ്ളോഗേഴ്സ് കിടന്ന് കുറയ്ക്കുന്നത് ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഇതിൻ്റെയൊക്കെ ഒന്ന് ശമനമൊക്കെ ആയതിനു ശേഷം ഒന്ന് പ്രതികരിക്കണമെന്ന് കരുതിയിരുന്നു. പക്ഷെ എൻ്റെ ചാനൽ റിയാലിറ്റി ബൈ ഷാരികയിൽ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബിക്കോസ് ഓഫ് തെറുത്താത്ത. കാരണം അവരെത്ര അവർ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഞാനതിൻ്റെ ക്ലിപ്പിങ്സ് ഒന്നും ഇവിടെ എടുത്ത് വയ്ക്കുന്നില്ല. നിങ്ങൾക്ക് പോയി അവരുടെ ചാനലിൽ പോയി നോക്കാം. അവരെ രേണുവിനെ നന്നാക്കാനാണ് ശ്രമിച്ചത്. രേണുവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വഴിപഴപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരെ പലവട്ടം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്നും അറിയാത്ത പാവ രേണുവിൻ്റെ മാനേജറെ വരെ വലിച്ചിട്ട വൃത്തികെട്ടൊരു സ്ത്രീയാണ് ഇവർ. അവരെന്ത് പിടിച്ചു? അവരുടെ ജോലിയാണ് മാനേജർ ചെയ്തത്. അവരുടെ പേരും അവരുടെ വോയിസ് ചാറ്റും ഒക്കെ പുറത്തുവിട്ട് അത് അവസാനിപ്പിച്ചിരിക്കുന്നതും അന്തസ്സായിട്ടൊന്നുമല്ല. ഒരിക്കലും അവസാനിക്കരുത് എന്ന് കരുതി തീ കൊളുത്തി എന്താ പറയുക പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിൻ്റെ ചരടും വലിച്ച് പലർക്കും ഇട്ട് കൊടുത്തിട്ടാണ് തെറുത്താത്തത് അവസാനിപ്പിക്കുന്ന പറഞ്ഞത്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ സൈക്കോകൾക്കൊരു പ്രശ്നമുണ്ട്. ഒരിക്കലും അവർക്കത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അവർക്ക് അതിൻ്റെ ഒരു ആർജ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും തെറുത്താത്ത വളരെ സന്തോഷം. രേണുസുധിക്ക് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ ഇനിയെങ്കിലും സമാധാനത്തോടെ അവരുടെ വർക്കുകൾ തുടരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും കാലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ ഒരു എന്താ പറയുക, ഒരു പ്രേതത്തെ പോലെ, ഒരു ഗോസ്റ്റിനെ പോലെ ഈ ഹോണ്ടഡ് ഹൗസിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു പ്രേതബാധ ശല്യം എന്നൊക്കെ പറഞ്ഞൊരു പ്രേതത്തെ പോലെ രേണുവിൻ്റെ പുറകെ നടന്ന് മാന്തി കീറാനും പേടിപ്പിക്കാനും ശ്രമിച്ചിട്ടും രേണു പേടിച്ചില്ല. അതാണ് രേണുസുധിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ രേണുസുധിയെ കുറിച്ച് പലതും പറയുന്നുണ്ട്. ശാരീരികമൊന്നും കാണുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഇന്റർവ്യൂവിൻ്റെ സെഗ്മെന്റിന്റെ ഒരു ഭാഗം ഞാൻ പബ്ലിഷ് ചെയ്തു. അയ്യോ ഇന്റർവ്യൂവർ ഇതൊന്നും അറിഞ്ഞില്ലേ, അവർ സബ്സ്ക്രിപ്ഷനിൽ തുണി അഴിച്ച് കാണിക്കുന്നു, തുണി പറിച്ചാടുന്നു എന്നുള്ള കുറേ ആരോപണങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലെ വേറൊരു കണ്ടസ്റ്റന്റ്, എക്സ് കണ്ടസ്റ്റന്റ്, അവരുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് മൊത്തം ക്ലീവേജും മൊത്തം തൈസും ബാക്കും എന്താ പറയുക, ഈ പറയപ്പെടുന്ന പോലെ വയറും എല്ലാം കാണിക്കുന്നുണ്ട്. വളരെ നൈസായിട്ടുള്ള ഡ്രസ്സുകൾ അവരിടുന്നുണ്ട്. അതിൻ്റെ കമൻറ്റുകൾ താഴെ ഒരു 100, 200, 300 കമൻ്റ് ഉണ്ടാവും ഓരോ പിക്സിനും. അതിലൊക്കെ തീയും പൂവും പൂച്ചെണ്ട് ജണ്ടുമാല ബൊക്കെ ഹാരങ്ങൾ ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരു മോശം വാക്ക് മലയാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പം രേണുസുധി, അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട് എന്താ പറയുന്നത്, അവളുടെ തപ്പി നോക്കണം വല്ലതും ഉണ്ടോന്ന്. ആ പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, ഇനി പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ നല്ല ശരീരവും നല്ല എന്താ പറയുക ശരീരഭാഗങ്ങളും കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്? കണ്ടോട്ടെ, കയറി പിടിച്ചോ എന്ന മട്ടാണ് പലരും ഉദ്ഘാടനത്തിന് വരുന്നത്. പറയുമ്പോൾ പലരും സദാചാരം എന്നൊക്കെ പറയെങ്കിലും മലയാളികൾ ഒന്നെങ്കിൽ അന്തസ് കാണിക്കുക. അങ്ങനെ അല്പവസ്ത്രധാരികളെ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ പോയി കുറ്റം പറയണം. അല്ലാതെ രേണുസുധിനെ മാത്രം അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന്റെ പുറകെ മാത്രമല്ല നിങ്ങൾ പോകേണ്ടത്. എല്ലാവരെയും നിങ്ങൾ കുറ്റം പറയുന്നേ, എന്നിട്ട് അന്തസ്സായിട്ട് വന്ന് സംസാരിക്കും. ഇവിടെ നാട്ടുകാരെ വിട്ടേക്ക്. ഈ വ്ളോഗേഴ്സ് ആണല്ലോ ഇതിന്റെ പുറകെ നടക്കുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൂട്ടത്തിൽ സീസൺ 7 അല്ലെങ്കിൽ സീസൺ 7 മുമ്പുണ്ടായിരുന്ന സീസണുകളിലെയും പല കണ്ടസ്റ്റന്റുകളും ക്ലീവേജും വയറും ബാക്കും തൈസും ബിക്കിനിയും ഒക്കെ ഇട്ട് നഗ്നതാ പ്രദർശനം നടത്തുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടം. അവർക്കൊന്നും ഇല്ലാത്ത എന്താണ് രേണുസുധിയിൽ നിങ്ങൾ കണ്ട കുറവ്, കുറ്റം? അവരാരെയും നിങ്ങൾ എന്താ പറയുന്നത് ഒന്നും പറയുന്നില്ല. ഒരു സാധനം അവരെക്കുറിച്ച് ക്രിറ്റിസിസമോ മോശം വാക്കുകളോ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അവരുടെ ചാരിത്രമോ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ രേണുസുധി മാത്രം ഒന്നിച്ചിരി പൊക്കിയാൽ, ഒന്ന് പാവാട പൊക്കിയാൽ, ഒച്ചിരി ക്ലീവേജിന്റെ അറ്റം കാണിച്ചാൽ, സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി ഒരു കുട്ടി നിക്കർ ഇട്ടാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാണ്. രേണുസുധി മാത്രമാണോ അവർ ചോദിക്കുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരേ ഒരു വ്യക്തി? അല്ലല്ലോ, ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. രേണുസുധി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവളൊരു കുലസ്ത്രീയാണെന്ന്? പറഞ്ഞിട്ടില്ല. അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു. എന്തായാലും മറ്റു പലരോ മലയാളികൾ ഒന്നെങ്കിൽ എല്ലാ ഇങ്ങനെയുള്ള ആൾക്കാരെയും എതിർക്കുക, പൂർണ്ണമായി എതിർക്കുക. പക്ഷേ നിങ്ങളൊന്ന് കാണിച്ചു തരണം. ഈ പറയപ്പെടുന്ന ആരെങ്കിലും താഴെ വന്ന് കമൻറ്റ് ചെയ്യുമല്ലോ എൻ്റെ വീഡിയോൻ്റെ, അപ്പം നിങ്ങളൊന്ന് കാണിച്ചു തരണം, എന്നെ ഒന്ന് മനസ്സിലാക്കി തരണം.
രേണുസുതി ഇടുമ്പോൾ, രേണുസുതി ബിക്കിനി ഇട്ടാലോ ഷോർട്സ് ഇട്ടാലോ ക്ലീവേജ് കാണിച്ചാലോ നിങ്ങൾക്ക് പ്രശ്നമുള്ളപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ള നടിമാർ ഇനാഗ്രേഷൻ വരുന്നുണ്ട്, ക്ലീവേജ് കാണിച്ച, വയറ് കാണിച്ച, പൊക്കിള് കാണിച്ച പലരും വരുന്നുണ്ട്, അവിടെ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആധാർ ഇടിച്ചു കുത്തി കയറും, ട്രാഫിക് ബ്ലോക്കും ട്രാഫിക് ജാമും ഉണ്ടാക്കും. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അവരുടെ പ്രൊഫൈൽ കാണാൻ ആനന്ദ ഉന്മാദ ഹർഷത്തോടുകൂടി ഓടി വന്ന് കമന്റ് അടിച്ച് അങ്ങ് തകർക്കും. മോശം ഒരൊറ്റ കമന്റ് ഇല്ല. രേണുസുതിയെ കാണുമ്പോൾ മാത്രം തെറി, അഭിഷേകം, പൂരം, എന്താ ഇത്? നാണം ഉണ്ടോ മലയാളികൾ നിങ്ങൾക്ക്? ഇതാണോ നിങ്ങളുടെ സദാചാരം? നിങ്ങളെയൊക്കെ വിളിക്കേണ്ട പേര് വേറെയാ, പക്ഷെ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ എനിക്കൊരു സമാധാനമില്ല. ഇതാണ് റിയാലിറ്റി ബൈയുടെ റിയൽ റിയാക്ഷൻ. താങ്ക് യു.